ഏവർക്കും നമസ്കാരം. മറ്റൊരു പുതിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. ഒത്തിരി കുട്ടികൾ ജയിച്ചു, കുറെ കുട്ടികൾക്ക് ഫെയിൽ ആയിട്ടുണ്ട്. അതിന്റെ കണക്ക് ഇപ്പോൾ കിട്ടുകയും ചെയ്യും. ഈ വർഷം മുതൽ അങ്ങനെ ഒരു അനലൈസർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം നല്ല കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇനിയും വേണ്ട റീവാലുവേഷൻ കൊടുക്കാനുള്ള ഒരു ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 15/5/2026 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുള്ളിലായിട്ട് റീവാലുവേഷൻ വേണ്ടവര് നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി അതായത് രീതി കൂടെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണോ അത് രീതി കൂടെ നിങ്ങളുടെ റീവാലുവേഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനി നമുക്ക് ഫെയിലായ കുട്ടികൾക്ക് എങ്ങനെ ജയിക്കാം, ഇനിയുള്ള നിങ്ങളുടെ പല മാർക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഇനി നമുക്കുള്ള ഈ വർഷം തന്നെ ജയിക്കാനുള്ള ഒരു അവസരം എങ്ങനെയാണ്. അതിൽ ഒന്നാമത്തെ വഴി ഇപ്പോൾ നമുക്ക് കിട്ടിയ +1 മാർക്ക് ഉണ്ടല്ലോ. ഇപ്പൊ +1 ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക്, ആ മാർക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറവോ കൂടുതലോ ഒക്കെ ഉണ്ട് ഓരോരുത്തർക്ക്. എന്തായിക്കോട്ടെ, +1 ഇംപ്രൂവ്മെന്റിന്റെ മാർക്കോ അതോ കഴിഞ്ഞ വർഷത്തെ മാർക്കോ അതേതായിക്കോട്ടെ, ആ മാർക്കിന്റെ കൂടെ ഇപ്പൊ നിങ്ങളുടെ +2 എഴുതിയിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ റെഗുലർ കുട്ടികളുടെ കൂടെ ഇപ്പൊ എഴുതി കഴിഞ്ഞല്ലോ, ആ മാർക്ക് കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് 36 ആണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. അങ്ങനെ നമുക്ക് ഈ വർഷം തന്നെ കടന്നുകൂടാം കുഴപ്പമില്ലാതെ. ഓക്കെ, അതൊരു വഴി. ഇനി അതും പറ്റിയില്ല, ഇപ്പോഴത്തെ +1 ഇംപ്രൂവ്മെന്റും ഇനി വരാൻ പോകുന്ന റെഗുലർ കിട്ടുന്ന നമ്മളിപ്പോ റെഗുലറുകളുടെ കൂടെ എഴുതിയ നമ്മുടെ +2ന്റെ എക്സാമിന്റെ മാർക്ക് ചേരുമ്പോൾ 36 കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫെയിൽ ആവും. ഈ സമയത്ത് പിന്നെ നമുക്ക് ഇതിനെ എല്ലാം ഓവർകം ചെയ്ത് പോകാൻ പോകുന്നതാണ് +2 സേ. അവിടെ +1 ഇനിയില്ല, +1ന്റെ പരിപാടി ഇനി ഇല്ല. +2 സേ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ഏക ഒരു യൂസ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു വഴി നമുക്കില്ല കേട്ടോ. ഏറ്റവും ഒരു പോം വഴി എന്നൊക്കെ പറഞ്ഞില്ല, ഒറ്റമൂലി, അവൻ നിന്ന് നമ്മളെല്ലാവരും പാസ്സായേ പറ്റൂ. ഇത് അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റില് ഈ എക്സാം കൂടെ എഴുതി തീർന്നെങ്കിൽ മാത്രം മതി. ഇനി ഒരു വർഷം പോയോ ഇല്ലയോ എന്നൊക്കെയുള്ള തീരുമാനം. എന്നോട് ഒത്തിരി കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങനെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. എല്ലാവർക്കും എഴുതാൻ പറ്റും +2 കേട്ടോ. ഇതോടെ ഫെയിൽ ആയാൽ അതോടെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ +2ന് പലർക്കും എഴുതിയതിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട് അല്ലേ. പലരും ചിലപ്പം എഴുതിയേ കാണത്തില്ല, ശരിയായിട്ട് എഴുതി കാണത്തില്ല. അപ്പൊ അതിന് ഒട്ടും കിട്ടുന്നില്ല എന്ന് ഇപ്പോഴേ ഉറപ്പുണ്ടെങ്കിൽ, അതുകൂടെ നോക്കിയാലും വലിയ കാര്യമൊന്നും ഇല്ല എങ്കിൽ ഇവനെ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇല്ലെങ്കിൽ അത് പണിയാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ലേറ്റ് ആയിട്ട് നാളെ തുടങ്ങാം ഇന്ന് എന്നും പറയുന്ന പോലെ ഇന്ന് പറയും നാളെ പറയുമ്പോൾ നാളെ, എല്ലാ ദിവസവും നാളെ എന്ന് പറയുമ്പോൾ ഓരോ ദിവസം നഷ്ടപ്പെടും. ഓരോ ദിവസം ഇപ്പൊ നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നുമെന്ന് അറിയത്തില്ല, വളരെ വലിയ നഷ്ടമായിരിക്കും. ഞാൻ ഇത് ഒത്തിരി വർഷമായിട്ട് കാണുന്നതാണ്. കുട്ടികളെ ഒത്തിരി പേര് നമ്മൾ നമ്മുടെ ക്ലാസ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളെ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന എല്ലാ രീതിയിൽ കൂടെയും മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതേപോലെ ഇംഗ്ലീഷ് ഉണ്ട്, ബയോളജി എല്ലാം ഉണ്ട്. ഏതിലാണെന്ന് പറഞ്ഞാൽ മതി, അതിനുള്ള ക്ലാസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിയിൽ കൂടെ നമുക്ക് ഒരു വർഷം എന്ന് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു വർഷം മുന്നിലോട്ട് നമ്മൾ പോയില്ലേ, ഇല്ലെങ്കിൽ പുറകോട്ട് പോവാണ് കേട്ടോ. ചുമ്മാതെ ഒരു കാര്യമില്ലാതെ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെ സഹിക്കാൻ പറ്റാത്തതിന്റെ പേര് ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുറകെ പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഈ വർഷം തന്നെ ജയിക്കാനുള്ള മാക്സിമം യൂസും നിങ്ങൾ, അല്ലെങ്കിൽ മാക്സിമം സോഴ്സിനെ നിങ്ങൾ യൂസ് ചെയ്തോണം. അപ്പൊ അതിനുള്ള വഴി ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫെയിൽ ആവുന്ന ഉറപ്പ് ഇപ്പോഴേ ഉണ്ടെങ്കിൽ, +2ന്റെ ഇപ്പോഴേ 22-ാം തീയതി വരാൻ പോകുന്ന മാർക്ക് കൂടെ കിട്ടിയാലും പാസ്സാവുന്നില്ല എങ്കിൽ +2 സേ ഉറപ്പായിട്ട് എഴുതാൻ വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതാണ് എനിക്ക് പറയാനുള്ളൂ, ഇപ്പോഴേ. കാരണം ഇനി നമുക്ക് ഉറപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു റിസ്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവരുത്. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു വർഷം നഷ്ടപ്പെടാൻ സാധ്യത കൂടും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇനി അതല്ല, 22-ാം തീയതി കഴിഞ്ഞിട്ട് പതുക്കെ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, 22-ാം തീയതി നിങ്ങൾ നോക്കാം. ചിലർക്കുണ്ടല്ലോ ചിലപ്പോൾ പാസ്സാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തിട്ട് +2ന്റെ മാർക്ക് കഴിഞ്ഞിട്ട് +2 സേ. പിന്നെ സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ. നിങ്ങളിപ്പം പറയുന്ന ഒട്ടും സമയമില്ല. ഇപ്പം നേരത്തെ എക്സാമാണ്. കൂടി വന്നാൽ 10, 20, 25 ദിവസം കിട്ടിയാൽ, 25ഒക്കെ കിട്ടിയാൽ ഭാഗ്യമാണ്. അതിനുള്ളിൽ സേ നടക്കും. അപ്പൊ നമുക്ക് പിന്നെയും തെറ്റാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഫെയിൽ ആവുമെന്ന് വല്ല ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ 22-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പൊരുതി നേടിയിരിക്കണം. ഈ വർഷം നിങ്ങളുടെ വീട്ടുകാർക്കും കൂടിയാണ് സന്തോഷത്തിന് കേട്ടോ.
നിങ്ങളുടെ സന്തോഷം മാത്രമല്ല, നിങ്ങളെക്കാളും ഇത് വിഷമിക്കുന്നവർ വീട്ടുകാരുണ്ട്. അതുകൊണ്ട് അവരെയും കൂടെ മുന്നിൽ അവരുടെ മുഖം കൂടെ അവരുടെയും കൂടെ ചിത്രങ്ങളൊക്കെ മുഖത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്താൽ ഇത് ഉറപ്പായിട്ട് നേടിയെടുക്കാം. ഈ വർഷം തന്നെ എല്ലാവരും മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് പോട്ടെ, ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് 2027 ഉള്ളൂ, പിന്നെ അടുത്ത വർഷത്തെ ഉള്ള സമയം കേട്ടോ. അപ്പൊ അതിലോട്ട് പോകാതിരിക്കാൻ മാക്സിമം നിങ്ങളൊന്ന് പൊരുത് നോക്കുക. വീണ് പോയാൽ അടുത്ത വർഷത്തേക്ക് പോകുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഇനിയുള്ള വഴികൾ. അപ്പോൾ റീവാലുവേഷന്റെ ടൈമും കാര്യങ്ങളും എല്ലാം കിട്ടി. ഈ 15-ാം തീയതിക്കുള്ളിൽ തീരും. ഇപ്പൊ നമുക്ക് ഏകദേശം 9 ആയതേ ഉള്ളൂ ഡേറ്റ്. വലിയ സമയമൊന്നും ആയിട്ടില്ല. സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം തീർക്കാനുള്ളവര്, ഇനി അടുത്ത അഡ്മിഷന് ആയിട്ടുള്ളവര് അതിന് പോകണം. നമ്മളിപ്പോൾ ഫെയിലായ കുട്ടികളൊക്കെ ഇനിയും ഉണ്ടാവരുത്. ജീവിതത്തിൽ ഫെയിലായത് ഒറ്റ തവണ, പിന്നെ ഫെയിലാവുക എന്ന് പറഞ്ഞാൽ അവന് അതൊരു അബദ്ധമല്ല, അവന് കിട്ടിയൊരു ഏറ്റവും വലിയൊരു വിധിയേ ഉള്ളൂ. അതിനെ നമ്മൾ തന്നെ ചേർത്തേ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജയിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ക്ലാസ്സുകളും ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.